പുള്ളലിഞ്ഞ പന്തുരുട്ടേ ഒരയൊരു കൂരയിൽ എന്നെയും തേടിത്തളം തങ്ങിരുപ്പാണേ നേരാണേ 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 ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മുന്തി ചന്തയിലെത്തി ചില്ലുവാനം കയറ്റി ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാൻ ഇരിക്കുന്നത്? ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലതല്ലയോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജോലി ചെയ്യാത്തവരെന്ന് വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? നല്ലോണോ? തല്ല് അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആണോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കണ്ടേ കർട്ടൻ ഇട്ടു. അമ്മജി, ഞാനേ വൈശാഖൻ സാർ ഒന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല, പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അല്ല, ഞാൻ ആഫീസിൽ നിന്നാ. വൈശാഖൻ സാർ ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോവും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ, വൈശാഖ സാർ ആവത്തോണ്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടിയിടണം, എന്നാലും നല്ല പുഷ്ടി ഉണ്ടാവത്തുള്ളൂ. സിനിമാക്കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം. സാറേ ഉണരണേ സാറേ. അയ്യോ, ഈ നേരം വരെയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? സാറേ, ഈ പകലുറക്കമൊക്കെ ഐശ്വര്യക്കേടാ കേട്ടോ. മാത്രമല്ല ആള് മന്ദനായി പോകും. സാറിനോട് കാര്യം പറയൂ. സാറേ, രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. സാറ് തിരക്കായോണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ചു കാണത്തില്ല. സാറ് ഇവിടുത്തെ പോയപ്പോ വേക്കൻസിയിൽ വന്നത് ഞാനാ. പ്രിയദർശൻ എന്നാ പേര്. സാറ് റീജോയിൻ ചെയ്താ ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ടി വരുവേ. വേണ്ട സാറേ, ഇതിപ്പോ എന്നാന്ന് വെച്ചാ ഗൗരി എന്ന് വെച്ചാണെങ്കിൽ എന്റെ പെങ്ങളാ. അവളിപ്പോ BSc ഒക്കെ പാസ്സായി. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ. ഇതിനിടയില് ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി. പെണ്ണിന്റെ ആങ്ങളെ സിറ്റിയില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്ന് അറിഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി. ഇനിയിപ്പോ PSc ടെമ്പററിയാന്നൊക്കെ പറഞ്ഞാ അവർക്കതങ്ങ് മനസ്സിലാകുകയല്ല. അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയാ അവരുടെ മുന്നിൽ കളനാകുവേ. ഒരു 3-4 മാസത്തെ സമയം തന്നാ മതി സാറേ. അതിനുള്ളിൽ ഞാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ പരത്തി പറയാതെ സാറിനോട് നേരിട്ട് ഒറ്റ അടിക്കങ്ങ് പറ. സാർ ഓഫീസിൽ പോകണ്ട, സിനിമ എടുക്കാൻ പോയാൽ അതൊന്നും നടക്കില്ല സാർ. ഇതിപ്പോ എന്റെ പെങ്ങളുടെ ജീവിതകാര്യമായിപ്പോയി. മാത്രമല്ല ഞാനും ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ടേ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് പറയാതെ തന്നെ അറിയാലോ. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല സാറേ. ഞാൻ കാല് പിടിക്കാൻ കേട്ടോ. സാറ് സിനിമാ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ. ഈ മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴല്ലേ സാറേ ഈ കഥയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ വയ്യ, എല്ലാരും ഞാൻ മനസ്സിലാക്കിക്കോണം. എടോ, ഞാൻ ഇതുപോലെ അപേക്ഷയുമായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ. ആരും എന്നോട് ദയവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളിപ്പോ താനും പോ. എന്നെ ചുറ്റിപ്പറ്റി നടന്ന താനും ഗതി പിടിക്കില്ല. സാറേ, സാർ ഇങ്ങനെയൊന്നും നിരാശപ്പെടരുത് കേട്ടോ. ആശ കൈവിട്ട പിന്നെ ജീവിതം പോയി. തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും സാറേ. തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കേൾപ്പിച്ച് നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ആദർശമൊക്കെ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു പ്രൊഡ്യൂസറെ പിടിച്ചേരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ വരാനിരിക്കും. തരാം സാറേ. പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചു തരാം. നീ എന്താ തമാശ പറയാ? ജീവിതം വെച്ച് ആരും തമാശ കളിക്കാനില്ല സാറേ. ഇതിപ്പോ എന്റെ ജീവിതമായി പോയി. എന്റെ പെങ്ങളുടെ സാറേ, എനിക്ക് 1 മാസത്തെ സമയം തരണം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവൊന്നുമല്ല കേട്ടോ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും. സാറേ, കൈ ഒന്ന് കാണിച്ചേ. ഇത് പ്രിയന്റെ വാക്കാണ്. ഉറപ്പാ? അതെ മോനെ, നിക്ക്. നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ചാ എന്തുവാ?
എന്താ ആ, ആ, ഏ? അതെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ എപ്പോഴാ വരുന്നത്? എന്തോന്നാ അല്ല, ഇതിന്റെ ഓരോ ദിവസത്തെ കളക്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ വരത്തില്ലേ? എനിക്കൊന്ന് പുള്ളിക്കാരനെ കാണണമായിരുന്നു, ഒരു സിനിമയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പരിചയത്തിൽ ഒരു സംവിധായകനുണ്ട്, പുള്ളിയുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. സാറ് കഥ പറയാൻ വേണ്ടി എൻ്റെ ലോഡ്ജിലേക്ക് വരും. ഞാൻ അപ്പുറത്തുള്ള ലോഡ്ജിലാണ് താമസിക്കുന്നത്, സ്വാതി ലോഡ്ജ്. ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ പ്രൊജക്ടർ റൂമിലേക്ക് കയറി വരുന്ന ഒരുത്തനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാ. ഈ പടത്തിന്റെ കഥ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തിരുന്നെല്ലാം കണ്ട് പഠിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായേ പറ്റത്തുള്ളൂ. ഇവിടെ പഠിച്ച് പാസ്സായി തന്നെ പരീക്ഷയോ? കളക്ഷൻ്റെ കാര്യം നോക്കാനേ റെപ്രസെൻറ്റീവ് ഉണ്ട്. താനൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും മുന്തിയ ഹോട്ടലോട് ചെല്ലും. അവിടെ ചിലപ്പോൾ സംവിധായകരും താരങ്ങളൊക്കെ ഉണ്ടാവും. മക്കളെയല്ലേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് പണിയില്ലേ. ഓ, ഈ സിനിമാക്കാർക്കൊക്കെ എന്നാ ജാടേ.